ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എസൻസ് ഓഫ് എ ഗോഡ്ലി മാൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കണം ഒരു ദൈവഭക്തനായ ഒരു പിതാവിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കണം ഒരു ദൈവഭക്തനായ പിതാവ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ ചിന്തിച്ചത് എന്താണ് ഒരു ദൈവഭക്തനായ ഭർത്താവിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ അവൻ എപ്രകാരമായിരിക്കണം കുടുംബത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പിതാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. ഒരു പിതാവായിരിക്കെ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ അവരെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവർ സ്കൂളിൽ ചെലവഴിക്കുന്ന സമയം വെറും 10% മാത്രമാണ്. അവരുടെ ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത് സ്വന്തം ഭവനമാണ്. ഏറ്റവും വലിയ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ അപ്പനും അമ്മയുമാണ്. നമ്മളിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് മാത്സ് പഠിക്കാൻ പറ്റും, ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും, സയൻസ് പഠിക്കാൻ പറ്റും. അങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്ലിമെൻ്റ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആണ്. എങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ കൊടുക്കണം. കാരണം അവർക്ക് ദൈവികമായ ഒരു സ്വഭാവത്തെയോ അല്ലെങ്കിൽ ദൈവികമായ ഒരു ദൈവത്തോടുള്ള ഒരു ആഗ്രഹവും അനുസരണവും ഒക്കെ അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അത് അവർക്ക് ആ ഒരു സ്വഭാവം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർ ചെറുപ്പം മുതലേ നമ്മളെയാണ് അവർ നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് അവർ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളാണെങ്കിലും നമ്മുടെ പ്രവൃത്തികളാണെങ്കിലും നമ്മൾ വീട്ടിലെങ്ങനെയാണ്, നമ്മുടെ ഭാര്യയോട് നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സദൃശവാക്യം 22:6 പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അവൻ ആ വഴി വിട്ടു മാറുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ബാലനെ അഭ്യസിപ്പിക്കണം, അവൻ നടക്കേണ്ടുന്ന വഴി അവന് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവനത് തുടർച്ചയായിട്ട് അത് ചെയ്യുവാനും ആ ഒരു സ്വഭാവത്തെ അവനെ നിരന്തരമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആവർത്തന പുസ്തകം 6:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം എപ്രകാരമായിരിക്കണം ഭവനത്തിൽ. നമ്മുടെ മക്കൾക്ക് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ദൈവം കൽപ്പിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും എല്ലാം ദൈവത്തിന് ഹിതമാകുന്ന വിധത്തിലായിരിക്കണം. അതാണ് നമ്മളെ നോക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ പകർത്താനായിട്ട് അവർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വഭാവത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് പിതാക്കന്മാരായിരിക്കുമ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ശിക്ഷ. ദൈവഭക്തനായ ഒരു പിതാവ് തൻ്റെ മക്കളെ ശിക്ഷണത്തിലൂടെ വളർത്തുന്നു. അവർ തെറ്റ് ചെയ്യും, അവർ കുട്ടികളാണ്, അവർ കുസൃതികൾ കാണിക്കും, അത് നമ്മൾ തിരുത്തി കൊടുക്കണം. ചിലപ്പോൾ ഒരു ചെറിയ വടിയെടുത്ത് നമ്മൾ അടി കൊടുക്കും, അത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പിതാവായ ദൈവം പോലും നമുക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി നമ്മളെ നേർവഴിയിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ദൈവികമായ പിതാവായിരിക്കണമെങ്കിൽ ശിക്ഷ കൊടുത്തേ മതിയാവുകയുള്ളൂ. കാരണം ബാലൻ്റെ ഹൃദയത്തിൽ ഭോഷത്വം ഉണ്ട്. വടി ആണ് അവനെ നേരെയാക്കുന്നത്. സദൃശവാക്യം 13:24 പറഞ്ഞിരിക്കുന്നത്, വടി ഒഴിവാക്കുന്നവൻ തൻ്റെ മകനെ വെറുക്കുന്നു, അവനെ സ്നേഹിക്കുന്നവൻ അവനെ ശിക്ഷിക്കാൻ ഉത്സാഹിക്കുന്നു. ഇന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ശിക്ഷയാണ് അവർക്ക്
ആ ഒരു ശരിയായ പാതയെ തിരഞ്ഞെടുക്കുവാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത്. അവർ തെറ്റ് ചെയ്യും, പക്ഷേ അവരെ തിരുത്തേണ്ട സമയത്ത്, അവർ തിരുത്താൻ പറ്റുന്ന ആ ഒരു പ്രായത്തിൽ നമുക്ക് അവരെ തിരുത്തുവാനും ശരിയായ കാര്യങ്ങളെ, ശരിയായ വഴിയെ അവർക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഒരു പരിധി വിട്ട് അവർ വളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരുത്തുവാനോ അവരെ ശിക്ഷിക്കുവാനോ അവരെ ഉപദേശിക്കുവാനോ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് അവർ കുഞ്ഞായിരിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ അവർ ഉള്ളപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാനും നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ നയിക്കുവാനും എല്ലാം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്ക് അവരോടുള്ള ആ ഒരു ഏറ്റവും വലിയ ആ ഒരു സ്നേഹം കൊണ്ടാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ സ്നേഹിക്കും, വീണ്ടും വീണ്ടും അവരെ തിരുത്തും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നമ്മുടെ മക്കൾ ഏറ്റവും നല്ലവരായി വളരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, അല്ലേ? അപ്പോൾ അവർക്ക് ശിക്ഷയും അവരുടെ അച്ചടക്കവും എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. 3 യോഹന്നാൻ 1:4 പറയുന്നത്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കണം, അവർ വിശുദ്ധരായിരിക്കണം, അവരെന്നും എനിക്ക് ശ്രേഷ്ഠരായിരിക്കണം, എനിക്ക് സ്വർഗത്തിൽ അവരെ കാണണം, തെറ്റ് ചെയ്താലും അവർ തിരിച്ചു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളെല്ലാം സംഭവിക്കും, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് തിരിച്ചു വരണം എന്ന് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതായ ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രാർത്ഥന. ഒരു ദൈവഭക്തനായ പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. നമ്മളാരും തികഞ്ഞവരല്ല. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ മനുഷ്യരായിട്ട് സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള ചിന്തകളും ഈ ലോകത്തിൽ നമ്മൾ നടക്കുമ്പോൾ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. പ്രതിസന്ധികളുണ്ടാവും. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ആവശ്യമാണ്. അത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവഭക്തനായ പിതാവായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. നമ്മുടെ മക്കൾ കാണണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നിരന്തരമായ ആ ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ മക്കൾക്കും ഒരു മാതൃകയായിരിക്കണം. കാരണം അവരും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവഭക്തിയിൽ വളരുവാനും ഇതെല്ലാം അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവഭക്തനായ ഒരു പിതാവാകുക എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വളരെയധികം ജ്ഞാനം ആവശ്യമാണ്. നമുക്ക് ജ്ഞാനം കുറവാണെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നോട് പ്രാർത്ഥിക്കാം. യാക്കോബ് 1:5 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് തരും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ദൈവം ഇവിടെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറ്റവും തികഞ്ഞവരായി മാറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുക. നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു പിതാവായി മാറിക്കോളും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണത്. അപ്പോൾ നമ്മളതനുസരിച്ചാൽ മതി, നമ്മുടെ മക്കളും ആ ഒരു വഴിയിലൂടെ വളർന്നു പോകും. അപ്പോൾ അവർക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇന്ന് ഈ ലോകത്ത് ദൈവത്തെ മറക്കുന്ന, ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു തലമുറ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാനും സ്നേഹിക്കുവാനും ദൈവത്തെ ശരിയായ വിധം ആരാധിക്കുവാനും ഉള്ളൊരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ദൈവത്തെ മറക്കുന്ന ആ ഒരു സ്വഭാവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്യും. ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. അത് ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ നിത്യനാശത്തിലേക്കാണ് ആ ഒരു വ്യക്തി കടന്നു ചെല്ലുന്നത്. അവിടെ വളരെ അധികം വേദനയും സങ്കടവും ദുഃഖവും കരച്ചിലും ഒക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർക്കണം. ഈ ഒരു ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിതം
എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്നും നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ നിമിഷവും ഇന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ആ ഒരു നിമിഷം നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയം എനിക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. ഓരോ നിമിഷവും നമ്മളെ തന്നെ പരിശോധിച്ച് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായി മാറുക.